Hello everyone, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും SSC Cgl 20 days ചാലഞ്ചിന്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ ഒരു ചാലഞ്ചിന്റെ 18ാമത്തെ ദിവസത്തിൽ എത്തി നിൽക്കുകയാണ്. സോ ഐ ഹോപ്പ് കഴിഞ്ഞ എല്ലാ സെഷൻസും നിങ്ങൾ കണ്ടു കാണുമെന്നും നന്നായി തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് പോകുന്നുണ്ട് എന്നും ഞാൻ വിശ്വസിക്കുന്നു. സോ ലെറ്റ് ദിസ് സെഷൻ ഓൾസോ ഹെൽപ്സ് ടു ബൂസ്റ്റ് യുവർ preparation level. Okay, ആ ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഹോപ്പോട് കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ വിതൗട്ട് എനി ഡിലേ ലെറ്റ്സ് സ്റ്റാർട്ട് ദ സെഷൻ ആൻഡ് ഐ എം ഹിയർ ശ്വേത അലോങ് വിത്ത് യു. ഓക്കെ, സോ ഹിയർ ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ആദ്യത്തേത് ഒരു നെറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ തന്നിരിക്കുന്നത് ഇൻഡയറക്റ്റ് സ്പീച്ചിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. അപ്പോൾ നമ്മളിതിനെ ഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുന്ന സമയത്ത് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് കൃത്യമായിട്ടുള്ള ചോയ്സ് എന്നതാണ് ചോദ്യം. സോ ദ ഗിവൻ സെൻറ്റൻസസ് ഷീ സെഡ് ദാറ്റ് ഷീ കുഡ് നോട്ട് ബിലീവ് ഹിം. ഓക്കെ, അപ്പം അവൾ പറഞ്ഞു അവനെ അവൾക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളത്. ഓക്കെ, അപ്പം ഇത് ഇൻഡയറക്റ്റ് ഫോമിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. അപ്പം നമ്മൾ ഇതിനെ ഡയറക്റ്റ് ഫോമിലോട്ട് മാറ്റുമ്പം ഈ തന്നിരിക്കുന്ന ചോയ്സിൽ ഏതാണ് വരിക? സി, ഷീ സെഡ് യു കനോട്ട് ബിലീവ് ഹിം എന്നാണോ? ഷീ സെഡ് ഐ മേ നോട്ട് ബിലീവ് ഹിം എന്നാണോ? ഷീ സെഡ് ഐ കനോട്ട് ബിലീവ് ഹിം എന്നാണോ? അതോ ഷീ സേസ് ഐ കുഡ് നോട്ട് ബിലീവ് ഹിം എന്നാണോ എന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഇവിടെ ഒരു മോഡൽ ഓക്സിലറി ഉണ്ട് അല്ലേ, കുഡിൻ്റെ യൂസേജ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പം ഇൻഡയറക്റ്റ് സ്പീച്ചിൽ കുഡിൻ്റെ യൂസേജ് ഉണ്ടെങ്കിൽ അത് ഡയറക്റ്റിലോട്ട് മാറ്റുന്ന സമയത്ത് ക്യാൻ ആണ് വരേണ്ടത്. ഓക്കെ, ക്യാൻ ആണ് കുഡ് ആവുന്നത്, മേ ആണ് മൈറ്റ് ആവുന്നത്, ഓക്കെ, ഷോൾ ആണ് ഷുഡ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ചേഞ്ചസ് നമുക്കിവിടെ വരുന്നുണ്ട്. ഓക്കെ, സോ കുഡ് എന്നുള്ളത് ക്യാൻ എന്നാണ് വരേണ്ടത് വെൻ ഇറ്റ് കംസ് ടു ഡയറക്റ്റ് സ്പീച്ച്. ഓക്കെ, സോ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കിക്കേ. ഇവിടെ ക്യാൻ ഉണ്ട് അല്ലേ, ക്യാൻ നോട്ട്, കനോട്ട്. ഓക്കെ, അപ്പോൾ ക്യാൻ ഉണ്ട്. ഇവിടെ മേ ആണ്, സോ നമുക്ക് ഓപ്ഷൻ ബി ഡിസ്കാർഡ് ചെയ്യാം. സിയിലും ക്യാൻ ഉണ്ട്, ദെൻ ഡിയിൽ കുഡ് നോട്ട് തന്നെയാണ്, സോ ഡിയും നമുക്ക് ഡിസ്കാർഡ് ചെയ്യാം. ഓക്കെ, അപ്പം ഇനി എ ആണോ സി ആണോ ആൻസർ എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. ഓക്കെ, ഇനി നോക്കിക്കേ, ഇവിടുത്തെ പ്രൊനൗൺസ് ആണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പം ഇവിടെ ഷീ സെഡ് ദാറ്റ് ഷീ കുഡ് നോട്ട് ബിലീവ് ഹിം എന്നാണ് പറയുന്നത് അല്ലേ. അപ്പം ഇത് റിപ്പോർട്ടിംഗ് പാർട്ടും ഇത് സ്പീച്ച് പാർട്ടുമാണ് അല്ലേ. അപ്പം ഈ സ്പീച്ച് പാർട്ടിലെ പ്രൊനൗൺ, അതായത് ഈ ഷീ എന്നത് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് ദിസ് പേഴ്സൺ അല്ലേ, ഷീ. അപ്പം ഇവിടെ നമ്മൾ പ്രൊനൗൺസിൽ ചേഞ്ച് വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെ വരും? ഷീക്ക് പകരം വരേണ്ടത് ഐ ആണ് അല്ലേ. സോ ഇവിടെ ഇൻഡിവിജ്വൽ ആണ്, പക്ഷെ നമുക്ക് തന്നിരിക്കുന്നത് നോക്കിക്കേ, ഷീ സെഡ് ഐ കനോട്ട് ബിലീവ് ഹിം, ഷീ സെഡ് യു കനോട്ട് ബിലീവ് ഹിം. അപ്പം ഇവിടെ യു ആണ് വരേണ്ടത് എന്നുണ്ടെങ്കിൽ അവിടെ മറ്റാരെങ്കിലും റെഫർ ചെയ്യണമായിരുന്നു അല്ലേ. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസിൽ പറഞ്ഞ ആളെ തന്നെയാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട പ്രൊനൗൺ ഐ ആണ്. സോ our answer is option C, that is she said I cannot believe him. Okay, now let's move on. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സിനണിം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ സിനണിം എന്നാൽ സെയിം മീനിങ്സ് വരുന്ന വാക്കാണ് അല്ലേ. സോ ലെറ്റ്സ് റീഡ് ദ സെൻറ്റൻസ്. ദ നെക്സ്റ്റ് മൂവ് ഓഫ് ദ ഓപ്പണൻറ്റ് വാസ് ആൻറ്റിസിപ്പേറ്റഡ് ബൈ ദ ടീം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഓപ്പണൻറ്റ് അല്ലേ, എതിരാളിയുടെ അടുത്ത മൂവ് എന്താണ് എന്നുള്ളത് ടീം ആൻറ്റിസിപ്പേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ് ഈ ആൻറ്റിസിപ്പേറ്റഡ് എന്നുള്ളതിൻ്റെ മീനിങ്? ഓക്കെ, ആൻറ്റിസിപ്പേറ്റഡ് എന്ന് പറഞ്ഞാൽ ഗസ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ വരുന്നൊരു വാക്ക് നമുക്കിതിലേതാണ് എന്ന് നോക്കാം. ഈസ് ഇറ്റ് ഫോർഗട്ടൺ ഓർ പ്രെഡിക്റ്റഡ് ഓർ സസ്പെക്റ്റഡ് ഓർ ഡ്രോഡഡ്? ഓക്കെ, സോ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ദാറ്റ് ഈസ് പ്രെഡിക്റ്റഡ്. ഓക്കെ, പ്രെഡിക്റ്റഡ് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി കാണുക. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഒരു മീനിങ് ആണ് പ്രെഡിക്റ്റഡ് എന്നുള്ള വാക്കിനുള്ളത്. പ്രവചിക്കുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ആൻറ്റിസിപ്പേറ്റഡിൻ്റെ സിനണിം ആയിട്ട് വരുന്നത് പ്രെഡിക്റ്റഡ് എന്നുള്ള വാക്കാണ്. ഓക്കെ, ഇനി ഫൊഗോട്ടൺ എന്ന് പറഞ്ഞാലോ മറന്നുപോയി എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. സസ്പെക്റ്റഡ് ആണെങ്കിലോ ഡൗട്ട്ഫുൾ, ഓക്കെ, സംശയാസ്പദമായിട്ടുള്ള എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. ഡ്രെഡഡ് എന്ന് പറയുമ്പം ഭീതി ജനിപ്പിക്കുന്ന, പേടിപ്പെടുത്തുന്ന എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്തത് ഒരു കൊളോക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫിൽ ഇൻ ദ ബ്ലാങ്ക് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. സി, അക്ഷയ് ഓൾവേസ് ഗിവ്സ് ഡാഷ് ടു ജോന ഫോർ ഹിസ് സക്സസ്. ഓക്കെ, അപ്പം അക്ഷയ് എപ്പോഴൊക്കെ ജയിക്കുന്നു അപ്പോൾ അതിൻ്റെ എല്ലാം എന്ത് ജോനാക്കി കൊടുക്കുന്നു എന്നാണ് പറയുന്നത്? ബ്ലെയിം ആണോ, ചാൻസ് ആണോ, ഓപ്പർച്യൂണിറ്റി ആണോ, ക്രെഡിറ്റ് ആണോ എന്നതാണ് ചോദ്യം. ഒബ്വിയസ്ലി ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്, സ്യൂട്ടബിൾ ആയിട്ട് വരുന്ന വാക്ക് ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി, ദാറ്റ് ഇസ് ക്രെഡിറ്റ്. ഓക്കെ, അപ്പോൾ സക്സസിൻ്റെ ക്രെഡിറ്റ് എപ്പോഴും ആർക്കാണ് കൊടുക്കുന്നത്? ജോനയ്ക്കാണ് അക്ഷയ് കൊടുക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ
ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ബ്ലെയിം എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തുക എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. ചാൻസ് ഒബ്വിയസ്ലി യു നോ, ഓപ്പർച്യൂണിറ്റി അവസരത്തെയാണ് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി, ദാറ്റ് ഇസ് ക്രെഡിറ്റ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇനിയുള്ളത് ഒരു ഇഡിയം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നോബഡി ഇൻ ദ കോൺഫറൻസ് സീം ടു ബിലീവ് ദ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി അബൌട്ട് സച്ച് എ മേജർ മൂവി സ്റ്റാർ. ഓക്കെ, അപ്പോൾ അത്രയും ഫേമസ് ആയിട്ടുള്ള ആ മൂവി സ്റ്റാറിനെ കുറിച്ചുള്ള ഒരു കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി, ഓക്കെ, അത് ലൈക്ക് വിശ്വസിക്കാനായിട്ട് ആ കോൺഫറൻസിലുള്ള ആരും തയ്യാറായിരുന്നില്ല എന്നതാണ് ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ദ കോക്ക് ആൻഡ് ദ ബുൾ സ്റ്റോറി എന്ന ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? ഈസ് ഇറ്റ് ഫാക്ച്വൽ സ്റ്റോറി? ഓക്കെ, ഫാക്ച്വൽ സ്റ്റോറി എന്ന് പറഞ്ഞാൽ എന്താ? ലൈക്ക് യാഥാർത്ഥ്യത്തിൽ സംഭവിച്ച ഒരു കാര്യം, ഓക്കെ, റിയൽ ലൈഫിൽ റിയൽ ആയിട്ട് സംഭവിച്ച ഒരു കാര്യത്തെയാണ് ഫാക്ച്വൽ സ്റ്റോറി എന്ന് പറയുന്നത്. അതാണോ? ഓർ വൈഡ്ലി എക്സാജുറേറ്റഡ് ഓർ ഫാൾസിഫൈഡ് സ്റ്റോറി? ഓക്കെ, ഫാൾസിഫൈഡ് ആയിട്ടുള്ള, ഓക്കെ, കെട്ടുകഥ എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അങ്ങനെ വൈഡ്ലി എക്സാജുറേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയെയാണോ? ഓർ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയെയാണോ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറയുന്നത്? ഓർ സീക്രട്ടീവ് സ്റ്റോറി, ഓക്കെ, വളരെ സീക്രട്ടായിട്ട് നമ്മൾ ലൈക്ക് മാറ്റി വെച്ച ഒരു കാര്യത്തെക്കുറിച്ചുള്ള സ്റ്റോറിയാണോ എന്നതാണ് ചോദ്യം. സോ ഓവർ ഹിയർ our answer is option B, that is wildly exaggerated or falsified story. ഓക്കെ, അപ്പം അതൊരു മേജർ മൂവി സ്റ്റാർ ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വൈൽഡ്ലി എക്സാജറേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫാൾസിഫൈഡ് ആയിട്ടുള്ള സ്റ്റോറി വിശ്വസിക്കാനായിട്ട് കോൺഫറൻസിൽ ആരും തന്നെ തയ്യാറായില്ല എന്ന് പറയുന്നു. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്തത് ഒരു വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. സോ ദ അലവൻസ് ഗിവൻ ടു എ വൈഫ് ഫ്രം ഹർ ഹസ്ബൻഡ് ഓൺ സെപ്പറേഷൻ. ഓക്കെ, അപ്പം ഡിവോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹസ്ബൻഡ്, ഓക്കെ, വൈഫിന് കൊടുക്കേണ്ട ആ പെർട്ടിക്കുലർ അലവൻസ് അല്ലെങ്കിൽ ആ അമൗണ്ട് ഓഫ് മണി, അതിനൊരു പേരുണ്ട് അല്ലേ? അപ്പോൾ അതിന് ഒറ്റ വാക്കിൽ നമുക്ക് എങ്ങനെ പറയാം എന്നതാണ് ചോദ്യം. ഈസ് ഇറ്റ് എലഗറി ഓർ എലിമനി ഓർ എഫിഡവിറ്റ് ഓർ അഡ്വക്കസി? ഓക്കെ, സോ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് എലിമനി ആണ്. ഓക്കെ, എലിമനി ഈസ് ദ അലവൻസ് ഗിവൻ ടു എ വൈഫ് ഫ്രം എ ഹസ്ബൻഡ് ഓൺ സെപ്പറേഷൻ. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്തത് ഒരു വോയിസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് എക്സ്പ്രസസ് ദ ഗിവൻ സെന്റൻസ് ഇൻ പാസീവ് വോയിസ്. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്നത് ആക്റ്റീവ് വോയിസിലുള്ള ഒരു സെന്റൻസ് ആണ്, നമുക്കതിനെ പാസീവ് വോയിസിലോട്ട് മാറ്റണം. ഓക്കെ, ലെറ്റ്സ് റീഡ്. ദ സെക്രട്ടറി വാസ് നോട്ടിംഗ് ഡൗൺ ദ ഡിക്റ്റേഷൻ. ഓക്കെ, സോ ദ സെക്രട്ടറി വാസ് നോട്ടിംഗ് ഡൗൺ ദ ഡിക്റ്റേഷൻ എന്ന് പറയുമ്പം ഇവിടെ വാസിൻ്റെ യൂസേജ് ഉണ്ട് അല്ലേ? അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാകും? ഇനി നമുക്ക് വേണ്ട പാസീവ് വോയിസ് അല്ലേ? ആ പാസീവ് വോയിസിലുള്ള സെൻറ്റൻസ് അതും പാസ്റ്റ് ടെൻസിൽ തന്നെ ആയിരിക്കും. ഓക്കെ, ടെൻസിൽ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ചേഞ്ച് വരുന്നില്ല. ഓക്കെ, അപ്പം നമുക്കിനി വേണ്ടതും പാസ്റ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ആണ്, അത് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ദ സെക്രട്ടറി നോട്ടഡ് ദ ഡിക്റ്റേഷൻ. The dictation was noted down by the secretary. The notes were noted by the secretary. The dictation was being noted down by the secretary. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസിലെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ദ സെക്രട്ടറി ആണ് അല്ലേ? അതുപോലെ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ദ ഡിക്റ്റേഷൻ ആണ് അല്ലേ? സോ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യണം നമുക്ക് ഇത് പാസീവിലോട്ട് മാറ്റണമെങ്കിൽ അല്ലേ? സോ ദ ഡിക്റ്റേഷൻ എന്നുള്ളതാണ് ആദ്യം വരേണ്ടത്. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ? സോ നമുക്കിവിടെ ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും ഡിസ്കാർഡ് ചെയ്യാവുന്നതാണ്. കാരണം എന്താ? ദ ഡിക്റ്റേഷൻ എന്നല്ല ഇതിൽ രണ്ടിലും ആദ്യം വന്നിരിക്കുന്നത് അല്ലേ? ഇനി അടുത്ത കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ തന്നിരിക്കുന്ന നോട്ടിംഗ് എന്നുള്ള വാക്ക്. ഓക്കെ, ഇതെങ്ങനെയുള്ളതാ? വേർബിൻ്റെ കൂടെ ING ഫോമാണ് വന്നിരിക്കുന്നത് അല്ലേ? സോ ഒബ്വിയസ്ലി വേർബിൻ്റെ കൂടെ ING ഫോം തന്നിരിക്കുന്ന ആക്റ്റീവ് വോയിസിലുള്ള സെൻറ്റൻസിൽ ഉണ്ടെങ്കിൽ അത് പാസീവിലോട്ട് മാറ്റുന്ന സമയത്ത് ഉറപ്പായിട്ടും ബീയിങ് എന്നുള്ള വാക്കിൻ്റെ എഡിഷൻ ഉണ്ടാവും. ഓക്കെ, സോ ബീയിങ് എന്നുള്ള വാക്ക് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതിലാണ് ഉള്ളത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. ഓക്കെ, സോ നോക്കിക്കേ, ബിയിലാണോ ഡിയിലാണോ? ബിയിൽ ദ ഡിക്റ്റേഷൻ വാസ് നോട്ടഡ് എന്നാ തന്നിരിക്കുന്നത്. സോ ദാറ്റ് ഇസ് റോങ്. ഓപ്ഷൻ ഡി നോക്കിക്കേ, ദ ഡിക്റ്റേഷൻ വാസ് ബീയിങ് അല്ലേ? വാസ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസ് ആണ്, ബീയിങ് വന്നിട്ടുണ്ട്. സോ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ? നൗ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്തതൊരു കൊളോക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫിൽ ഇൻ ദ ബ്ലാങ്ക് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. ഹോം എ ഡാനിഷ് ട്രാവലർ ഹാസ് മെയ്ഡ് or an dash replica of the tablet which in 1908 was deposited in the Metropolitan Museum of Art, New York. Okay, അപ്പം 1908 മെട്രോപോളിയൻ മ്യൂസിയം ഓഫ് ആർട്ട് ന്യൂയോർക്കിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ട ടാബ്ലറ്റിൻ്റെ റെപ്ലിക്ക. ഓക്കെ, ആര് ഉണ്ടാക്കി എന്നാണ് പറയുന്നത്?
ലൈക്ക് ഡാനിഷ് ട്രാവലർ ആയിട്ടുള്ള ഹോം ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം റെപ്ലിക്ക എന്ന് പറയുന്ന സമയത്ത് ലൈക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് പറയുന്നത്. ഓക്കെ, സോ വൈൽഡ് റെപ്ലിക്ക എന്ന് വരുമോ, ഒബ്സ്ക്യൂർ റെപ്ലിക്ക എന്ന് വരുമോ, കറക്റ്റ് റെപ്ലിക്ക എന്ന് വരുമോ, അതോ എക്സാക്ട് റെപ്ലിക്ക എന്ന് വരുമോ എന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പം ഓൾറെഡി ഉള്ള ജെന്യുവൻ ആയിട്ടുള്ള ഒറിജിനൽ ആയിട്ടുള്ള ടാബ്ലറ്റിൻ്റെ അതേപടിയുള്ള മറ്റൊരെണ്ണം എന്ന് കാണിക്കാനായിട്ട് നമുക്കിവിടെ യൂസ് ചെയ്യേണ്ട വേർഡ് ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി, ദാറ്റ് ഈസ് എക്സാക്ട്. ഓക്കെ, എക്സാക്ട് റെപ്ലിക്ക. ഓക്കെ, ഇനി വൈൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വന്യമായിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ വൈൽഡ് എന്ന് പറയുന്നത്. ഒബ്സ്ക്യൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലാരിറ്റി ഇല്ലാത്ത ഒന്നിനെയാണ് നമ്മൾ ഒബ്സ്ക്യൂർ എന്ന് പറയുന്നത്. കറപ്റ്റ് എന്ന് പറഞ്ഞാൽ അഴിമതി. ഓക്കെ, ജെന്യുവൻ അല്ലാത്ത, പ്യുവർ അല്ലാത്ത, ഓക്കെ, അങ്ങനെയുള്ള ഒന്നിനെയാണ് നമ്മൾ കറപ്ഷൻ അല്ലെങ്കിൽ കറപ്റ്റ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, പ്യുവർ അല്ലാത്തത്. ഓക്കെ, now let's move on. സി അടുത്തത് ലൈക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസിൽ അണ്ടർലൈൻ ചെയ്ത് തന്നിരിക്കുന്ന വാക്കിൻ്റെ കൃത്യമായിട്ടുള്ള സ്പെല്ലിംഗ് എന്ത് എന്നതാണ് ചോദ്യം. ഷീ ഈസ് എ ന്യൂസൻസ് ടു ഹർ ഫാമിലി. ഓക്കെ, അവളുടെ ഫാമിലിയിൽ ഏറ്റവും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരാളാണ് അവൾ എന്നാണ് പറയുന്നത്. അപ്പം ന്യൂസൻസ് എന്നുള്ള വാക്കിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് എന്താണ് എന്നാണ് ചോദ്യം. ഈസ് ഇറ്റ് NUISINCE ഓർ NIUSANCE ഓർ NEWSANCE ഓർ NUISANCE? ഓക്കെ, ന്യൂസൻസ് എന്ന് പറയുമ്പം കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് വരുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി, ദാറ്റ് ഈസ് NUISANCE. ഓക്കെ, ന്യൂസൻസ്. ഓക്കെ, now let's move on. സി അടുത്തതും ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്, പക്ഷേ ഇറ്റ് ഇസ് റിലേറ്റഡ് ടു സിനണിം. ഓക്കെ, അപ്പം ഇവിടെ ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന ഒരു വാക്കിൻ്റെ സിനണിമായിട്ട് വരുന്ന വാക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏത് എന്നതാണ് ചോദ്യം. സോ ദാറ്റ് ഇറ്റ് വിൽ ലൈക്ക് പെർഫെക്റ്റ്ലി ഫിറ്റ് ഇൻ ടു ദിസ് ബ്ലാങ്ക്. ഓക്കെ, നോക്കാം. ദ ലൈറ്റ്സ് ഡാഷ് ദ ആർട്ട് വർക്ക് ഓൺ ദ വാൾസ് ഓഫ് ദ മ്യൂസിയം വർ ലുക്കിംഗ് ബ്യൂട്ടിഫുൾ. ഓക്കെ, അപ്പോൾ ഇവിടെ ലൈറ്റിംഗ് അപ്പ് എന്നുള്ള വാക്കിന് സിനണിമായിട്ട് വരുന്ന വാക്ക് ഏത്? ഇസ് ഇറ്റ് എൻലൈറ്റനിങ് or illuminating or trafficking or mesmerizing? ഓക്കെ, അപ്പോൾ മെസ്മറൈസിങ് എന്നൊക്കെ പറയുമ്പം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അല്ലെ മാസ്മരികമായിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ എന്ത് പറയുക? മെസ്മറൈസിങ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ ലൈറ്റിംഗ് അപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ലൈറ്റിംഗ് അപ്പ് എന്നുള്ള വാക്കിന് സിനണിമായിട്ട് വരുന്നത് ഇറ്റ് ഇസ് ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് ഇല്യൂമിനേറ്റിംഗ്. ഓക്കെ, തിളങ്ങുന്ന എന്നുള്ള ഒരു മീനിങ് വരുന്ന വാക്കാണ് ഇല്യൂമിനേറ്റിംഗ്. ഓക്കെ, സോ ദ ലൈറ്റ്സ് ഇല്യൂമിനേറ്റിംഗ് ദ ആർട്ട് വർക്ക് ഓൺ ദ വാൾസ് ഓഫ് ദ മ്യൂസിയം വർ ലുക്കിംഗ് ബ്യൂട്ടിഫുൾ എന്ന് വരും. Okay, so over here our answer is option B. Clear? Now let's move on. അടുത്തത് ഒരു idiom related ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. The game is now in full swing. ഓക്കെ, അപ്പോൾ in full swing എന്നുള്ള idiom കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? Is it very passive or very uninteresting or playing on the swings or very active? ഓക്കെ, in full swing എന്ന് പറഞ്ഞാൽ വളരെ പാസീവായിട്ടിരിക്കുന്നതിനെയാണോ ഉദ്ദേശിക്കുന്നത്? ഓർ ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത ഒന്നിനെ സൂചിപ്പിക്കുന്നതിനായിട്ടാണോ? അതോ ലൈക്ക് ഊഞ്ഞാലിൽ കളിക്കുന്നതിനെയാണോ? അതോ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണോ എന്നതാണ് ചോദ്യം. സോ ഓവർ ഹിയർ our answer is option D, that is very active. ഓക്കെ, but the game is now in full swing എന്ന് പറഞ്ഞാൽ the game is now very active. എല്ലാവരും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വളരെ ആക്റ്റീവ് ആയിട്ടാണ് ഗെയിം മുന്നോട്ട് പോകുന്നത് എന്ന് കാണിക്കാനായിട്ട് ഇൻ ഫുൾ സ്വിങ് എന്നുള്ള idiom നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. സി അടുത്തത് ഒരു ആന്റണിം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. സോ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ അണ്ടർലൈൻ ചെയ്ത് തന്നിരിക്കുന്ന വാക്കിൻ്റെ ആന്റണിം ഏത് എന്നതാണ് ചോദ്യം. So the sentence is, the managing director produced cogent reasons for the change in HR policies. Okay, അപ്പോൾ ഇവിടെ cogent എന്നുള്ള വാക്കിന് ആന്റണിം ആയിട്ട് വരുന്ന വാക്ക് ഏത് എന്നതാണ് ചോദ്യം. സോ കോൺജന്റ് എന്ന് പറഞ്ഞാൽ വളരെ കൺവിൻസിങ് ആയിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ കോൺജന്റ് എന്ന് പറയുക. ഓക്കെ, സോ മാനേജിംഗ് ഡയറക്ടർ വളരെ ലൈക്ക് കൺവിൻസിങ് ആയിട്ടുള്ള റീസൺസ് ആണ് HR പോളിസിയിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പം നൽകിയത് എന്നതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ ഇവിടെ കോജന്റ് എന്നുള്ള വാക്കിന് ലൈക്ക് ആന്റണിം ആയിട്ട് വരുന്നത്, അതായത് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന മീനിങ് വരുന്ന വാക്ക് ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് അൺകൺവിൻസിങ്. ഓക്കെ, കൺവിൻസിങ്ങിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് അൺകൺവിൻസിങ് ആണ്. ഓക്കെ, കൺവിൻസിങ് അല്ലാത്തത്. ഓക്കെ, ഇനി കമ്പല്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നിർബന്ധിച്ച് നമ്മളൊരു കാര്യം ചെയ്യിപ്പിക്കുന്നതിനെയാണ് കമ്പല്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പെർട്ടിനൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ വാലിഡ് ആയിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ പെർട്ടിനൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അൺഎക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യം. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. സി അടുത്തത് ഒരു പാരജമ്പിൾ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. ഓക്കെ, സോ ഇവിടെ PQRS എന്ന് പറഞ്ഞിട്ട് ഒരു സെൻറ്റൻസിന് 5 ആക്കി തിരിച്ച് അതിലെ 4 ഭാഗങ്ങൾ ലൈക്ക് ജംബിൾഡ് ഓർഡറിൽ തന്നിട്ടുണ്ട്.
നമുക്കത് കൃത്യമായിട്ടുള്ള ഓർഡറിലോട്ട് ചേഞ്ച് ചെയ്യണം. ഓക്കെ, സോ ലെറ്റ് സി തോറിയം ഹാസ് എന്നതിന് ശേഷം ആൻഡ് ഈസ് പാർട്ട് ഓഫ് എ ന്യൂക്ലിയർ പ്രോഗ്രാം ഇൻ ഇന്ത്യ എന്ന് വരുമോ? ഓഫ് ന്യൂക്ലിയർ റിയാക്ടർ ഇൻ കൺട്രീസ് ഇൻക്ലൂഡിംഗ് എന്ന് വരുമോ? ബീൻ ടെസ്റ്റഡ് ആസ് എ ഫ്യൂൽ ഇൻ അതർ ടൈപ്സ് എന്ന് വരുമോ? ഓർ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ജർമ്മനി ആൻഡ് ദ യുണൈറ്റഡ് കിങ്ഡം എന്ന് വരുമോ എന്നതാണ് ചോദ്യം. സോ ഹാസിന് ശേഷം വരേണ്ടത് ബീൻ ടെസ്റ്റഡ് എന്നുള്ളതാണ് അല്ലേ, ഹാസ് ബീൻ ടെസ്റ്റഡ്. സോ തോറിയം ഹാസ് ബീൻ ടെസ്റ്റഡ് എന്ന് വരണമെങ്കിൽ ആദ്യത്തെ സെൻറ്റൻസ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കിക്കേ. ആറിൽ തുടങ്ങുന്ന രണ്ടേ ഓപ്ഷൻസേ ഉള്ളൂ, ഒന്ന് എയും ഒന്ന് ബിയുമാണ്. സോ സിയും ഡിയും നമുക്ക് ഡിസ്കാർഡ് ചെയ്യാം. സോ ആറിന് ശേഷം ക്യൂ വരണോ പി വരണോ എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, സോ തോറിയം ഹാസ് ബീൻ ടെസ്റ്റഡ് ആസ് എ ഫ്യൂൽ ഇൻ അതർ ടൈപ്സ് ഓക്കെ ആൻഡ് ഈസ് പാർട്ട് ഓഫ് എ ന്യൂക്ലിയർ പ്രോഗ്രാം എന്ന് വരുമോ? അതോ ഓഫ് ന്യൂക്ലിയർ റിയാക്ടർ ഇൻ കൺട്രീസ് ഇൻക്ലൂഡിങ് എന്ന് വരുമോ? ഒബ്വിയസ്ലി അതർ ടൈപ്സ് ഓഫ് ന്യൂക്ലിയർ റിയാക്ടർ എന്ന് വേണം വരാനായിട്ട് അല്ലേ. സോ ആറിന് ശേഷം വരേണ്ടത് ക്യൂ ആണ്. സോ ആറിന് ശേഷം ക്യൂ വരുന്ന ഒരേ ഒരു ആൻസറേ നമുക്കിവിടെ ഉള്ളൂ, അത് ഓപ്ഷൻ എ ആണ്. സോ ഓപ്ഷൻ ബിയും നമുക്ക് ഡിസ്കാർഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള സീക്വൻസ് വരുന്നത് RQSP ആണ്. അതായത് Thorium has been tested as a fuel in other types of nuclear reactor in countries including the United States, Germany and the United Kingdom and is part of a nuclear program in India എന്ന് വരും. Okay, now let's move on. See, അടുത്തത് ഒരു grammatical error കണ്ടെത്താനായിട്ടുള്ള ചോദ്യമാണ്. Let's read. You must be hurry otherwise you will miss the train. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന സെൻറ്റൻസിനെ 4 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതിലേത് ഭാഗത്താണ് എറർ ഉള്ളത് എന്നതാണ് ചോദ്യം. സി യു മസ്റ്റ് എന്നുള്ളത് എറർ ഫ്രീ ആണ്, അതർവൈസ് യു വിൽ എന്നുള്ളതും എറർ ഫ്രീ ആണ്, മിസ് ദ ട്രെയിൻ എന്നുള്ളതും എറർ ഫ്രീ ആണ്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിലാണ് എറർ കാണാനായിട്ട് സാധിക്കുന്നത്. സോ ബി ഹറി എന്നതിന് പകരം നമുക്ക് വേണ്ടത് ഹറി എന്ന് മാത്രം മതി. ബി എന്നുള്ളത് നമുക്കവിടെ ലൈക്ക് സൂപ്പർഫ്ലൂസ് ആണ്, നമുക്കവിടെ ആവശ്യമില്ല അത്. ഓക്കെ, സോ യു മസ്റ്റ് ഹറി അതർവൈസ് യു വിൽ മിസ് ദ ട്രെയിൻ എന്നുള്ളതാണ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ്. ഓക്കെ, സോ ഹിയർ അവർ ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. സി അടുത്തതും ഒരു ഗ്രാമാറ്റിക്കൽ എറർ കണ്ടെത്താനായിട്ടുള്ള ചോദ്യമാണ്. See, the boy had run away because he couldn't stand his father beat him for one more day. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താണ്? സി ലൈക്ക് ആൺകുട്ടിക്ക് ഓടി രക്ഷപ്പെടേണ്ടി വന്നു. കാരണം എന്താ? അവന് ഇനിയും ഒരു ദിവസം കൂടി തൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ലൈക്ക് അടി വാങ്ങിക്കുന്നതിനായിട്ട് ഓക്കെ സാധിക്കില്ലായിരുന്നു എന്നതാണ് പറയുന്നത്. ഇറ്റ് വാസ് വെരി അൺടോളറബിൾ. ഓക്കെ, സോ ഇതിലേത് ഭാഗത്താണ് എറർ? സി ദ ബോയ് ഹാഡ് റൺ അവേ, ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി റൈറ്റ്. സോ അത് എറർ ഫ്രീ ആണ്. ബിക്കോസ് ഹീ കുഡിൻ സ്റ്റാൻഡ്, അവിടെയും എറർ ഫ്രീ ആണ്. ഹിസ് ഫാദർ ബീറ്റ് ഹിം, നമുക്ക് ഇവിടെയാണ് എറർ കാണാനായിട്ട് സാധിക്കുന്നത്. ഫോർ വൺ മോർ ഡേ, അതും എറർ ഫ്രീ ആണ്. ഓക്കെ, സോ ഇവിടെ ബീറ്റ് എന്നുള്ള ഈ ഒരു സെക്ഷനാണ് നമുക്ക് എറർ കാണാനായിട്ട് സാധിക്കുന്നത്. സോ ഇൻസ്റ്റെഡ് ഓഫ് ബീറ്റ് വി നീഡ് ടു യൂസ് ബീറ്റിംഗ്. ഓക്കെ, ബീറ്റിംഗ് എന്നുള്ള ഫോമാണ് നമുക്ക് ഇവിടെ വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് വരും. ദ ബോയ് ഹാഡ് റൺ അവേ ബിക്കോസ് ഹീ കുഡിൻ സ്റ്റാൻഡ് ഹിസ് ഫാദർ ബീറ്റിംഗ് ഹിം ഫോർ വൺ മോർ ഡേ എന്ന് വരും. ഓക്കെ, സോ ഓവർ ഹിയർ our answer is option A. Clear? Now let's move on. See, അടുത്തത് ഒരു വോയിസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ലെറ്റ്സ് റീഡ്. സോ കറക്റ്റ് ആക്റ്റീവ് ഫോം ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. സോ തന്നിരിക്കുന്നത് പാസീവ് വോയിസിലുള്ള സെൻറ്റൻസ് ആണ്. ഓക്കെ, സോ ഫുട്ബോൾ ടൂർണമെൻറ്റ് വാസ് ബീങ് അവോയ്ഡഡ് ബൈ ഹിസ് സൺ എന്നാണ് ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസ്. ഓക്കെ, സി നോക്കിക്കേ, ഇവിടെ വാസ് എന്നുണ്ട്. സോ ഒബ്വിയസ്ലി പാസ്റ്റ് ടെൻസ് ആണ് വേണ്ടത്. ഇനി ബീയിങ് എന്നുള്ള ഫോം വന്നിട്ടുണ്ട്. സോ verb പ്ലസ് ing ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്ന ഓപ്ഷൻ നമുക്ക് തന്നിരിക്കുന്നതിൽ ഏതാണ് എന്ന് നോക്കാം. സി ഹിസ് സൺ ഈസ് അവോയ്ഡിങ് ഫുട്ബോൾ ടൂർണമെൻറ്റ് അല്ലേ. ഈസ് എന്ന് പറയുന്നത് പാസ്റ്റ് അല്ല. സോ എ നമുക്ക് ഡിസ്കാർഡ് ചെയ്യാം. അടുത്തത് ബി ഹിസ് സൺ വാസ് അവോയ്ഡിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ വാസ് പാസ്റ്റ് ടെൻസ് വന്നിട്ടുണ്ട്. അവോയ്ഡിങ് verb പ്ലസ് ing ഫോം വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതാണോ എന്ന് നമുക്ക് നോക്കാം. അടുത്തത് ഹിസ് സൺ അവോയ്ഡഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ലൈക്ക് പാസ്റ്റ് ടെൻസ് ആണ്, പക്ഷേ ing ഫോം ഓഫ് ദ verb ഇല്ല അല്ലേ. സോ സിയും നമുക്ക് ഡിസ്കാർഡ് ചെയ്യാം. ഡി നോക്കിക്കേ, ഹിസ് സൺ അവോയ്ഡ്സ് എന്നുള്ളത് പ്രസന്റ് ടെൻസ് ആണ്. സോ നമുക്ക് ഇതും ഡിസ്കാർഡ് ചെയ്യാം. ഓക്കെ, അപ്പം പാസ്റ്റും വി പ്ലസ് ing ഫോമും വന്നിരിക്കുന്ന ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ.
സി അടുത്തത് ഒരു പാരജമ്പിൾ ടൈപ്പ് ക്വസ്റ്റൻ ആണ്. ലെറ്റ്സ് റീഡ്. സി എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് 4 സെൻറ്റൻസസ് വന്നിട്ടുണ്ട്. അപ്പം അത് ലൈക്ക് ജംബിൾഡ് ഓർഡറിലാണ് ഉള്ളത്. അത് നമുക്ക് കൃത്യമായിട്ടുള്ള ഓർഡറിലോട്ട് മാറ്റണം. ലെറ്റ്സ് റീഡ്. സി പുവർ പോസ്ചർ മേ സ്ട്രെയിൻ നെക്ക് മസിൽസ് വെദർ യു ആർ ലീനിങ് ഓവർ യുവർ കമ്പ്യൂട്ടർ ഓർ ഹഞ്ചിങ് ഓവർ യുവർ വർക്ക് സ്റ്റേഷൻ. ഓക്കെ, അപ്പം നമ്മളിപ്പം വർക്ക് സ്റ്റേഷനിൽ ലൈക്ക് നോക്കിയിരിക്കുവാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് മുന്നിലോട്ട് ഇങ്ങനെ ചരിഞ്ഞ് നോക്കിയിരിക്കുവാണെന്നുണ്ടെങ്കിലും നമ്മുടെ പോസ്ചർ പുവർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ നെക്ക് മസിൽ സ്ട്രെയിൻ ചെയ്യും എന്നതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, however, neck pain may occasionally be an indication of a more serious issue. Okay, ഇങ്ങനെയൊക്കെയാണെങ്കിലും നെക്ക് പെയിൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കഴുത്ത് വേദന എന്ന് പറയുന്നത് ചില സമയത്ത് ഒരു കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂയെ കാണിക്കാനായിട്ടുള്ള ഒരു സിംറ്റം ആയിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ദ നെക്ക് പെയിൻ ഈസ് എ ഫ്രീക്വൻറ്റ് പ്രോബ്ലം among many people these days. ഓക്കെ, അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പേരുടെ ലൈക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു പ്രോബ്ലമാണ് നെക്ക് പെയിൻ എന്ന് പറയുന്നത്. സോ ഒബ്വിയസ്ലി സി ആണ് നമ്മുടെ ആദ്യത്തെ സെൻറ്റൻസ് ആയിട്ട് വരേണ്ടത്. ഇതാണ് ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ, പുതിയൊരു ലൈക്ക് ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സെൻറ്റൻസ് ഇതാണ്. ഇനി if your neck pain is accompanied by numbness or lack of strength in your arms or hands, or if you experience shooting pain in your shoulder or down your arm, you should seek medical attention. Okay, അപ്പോൾ എപ്പോഴാണ് നമ്മൾ മെഡിക്കൽ അറ്റൻഷൻ സീക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ഈ ഒരു സെൻറ്റൻസിൽ പറയുന്നത്. ഓക്കെ, സോ നമുക്ക് സി എന്നുള്ള സെൻറ്റൻസിൽ ആരംഭിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സി എയും ബിയും ആണ് അങ്ങനെയുള്ളത്. സോ ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും നമുക്ക് ഇവിടെ നിന്ന് ഡിസ്കാർഡ് ചെയ്യാം. ഇനി അപ്പം സി എ രണ്ടിലും സി എ തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പം സിക്ക് ശേഷം വരേണ്ടത് എ ആണ് എന്ന് ചുരുക്കം. ഓക്കെ, അതിനുശേഷം ഡി വരണോ ബി വരണോ എന്നുള്ളതാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ see, poor posture may strain neck muscles whether you are leaning over your computer or hunching over your workstation എന്ന് പറഞ്ഞു. അതിനുശേഷം however, neck pain may occasionally be an indication of a more serious issue എന്ന് വരുമോ, അതോ if your neck pain is accompanied by numbness or lack of strength അങ്ങനെയുള്ള ലൈക്ക് മെഡിക്കൽ അറ്റൻഷൻ സീക്ക് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് വരുമോ അടുത്തത് എന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പം ഒബ്വിയസ്ലി സിക്ക് ശേഷം എ വരുന്നു, എക്ക് ശേഷം വരേണ്ടത് ബി ആണ്. ഓക്കെ, കാരണം എന്താ, അതായത് ഇങ്ങനെയുള്ള നെക്ക് പെയിൻ പുവർ പോസ്ചർ കാരണം നെക്ക് പെയിൻ ഉണ്ടാകാം എന്നുണ്ടെങ്കിൽ കൂടി ഓക്കെ അതല്ലാതെ ഒരു മോർ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂവിൻ്റെ ഇൻഡിക്കേഷനും ആവാം ഈ നെക്ക് പെയിൻ എന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് ഇങ്ങനെയൊക്കെ വരും, അതായത് നെക്ക് പെയിൻ്റെ കൂടെ നംനെസ്സും അതുപോലെ ലാക്ക് ഓഫ് സ്ട്രെങ്ത് ഇൻ യുവർ ആംസ് ആൻഡ് ഹാൻഡ്സ് അങ്ങനെയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ അറ്റൻഷൻ സീക്ക് ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, സോ അവർ ലാസ്റ്റ് ലൈക്ക് സെൻറ്റൻസസ് ഡി. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് എന്താ, സി എ ബി ഡി. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. സി അടുത്തത് ഒരു ഇഡിയം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ടേക്ക് സംതിങ് അറ്റ് ഫേസ് വാല്യൂ. ഓക്കെ, ടേക്ക് സംതിങ് അറ്റ് ഫേസ് വാല്യൂ എന്നുള്ള ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? ഈസ് ഇറ്റ് ആക്സെപ്റ്റ് സംതിങ് ആസ് ഇറ്റ് ലുക്സ് വിതൗട്ട് തിങ്കിങ് അബൌട്ട് വെദർ ഇറ്റ് മൈറ്റ് ഇൻ ഫാക്ട് നോട്ട് ബി ക്വൈറ്റ് വാട്ട് ഇറ്റ് അപ്പിയേഴ്സ്. ഓക്കെ, അപ്പം നമ്മളൊരു വസ്തുവിനെ കാണുന്നു, അപ്പം അതിനെ ലൈക്ക് അതായത് അതിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് കണ്ടിട്ട് നമ്മളത് വിതൗട്ട് എനിത്തിങ് ഒരു കാര്യം അതിനെക്കുറിച്ച് ആലോചിക്കാതെ നമ്മൾ അതുപടി അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അതിന് വേറെ എന്തെങ്കിലും തരത്തിലുള്ള ലൈക്ക് ഡൈമെൻഷൻസ് ഉണ്ടോ, അതോ അതിങ്ങനെ തന്നെയാണോ, അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ചിന്തകളും ഇല്ലാതെ നമ്മളൊരു വസ്തുവിനെ കാണുന്നു, അത് അതുപടി ആക്സെപ്റ്റ് ചെയ്യുന്നു. അതിനെയാണോ ടേക്ക് സംതിങ് അറ്റ് ഫേസ് വാല്യൂ എന്ന് പറയുന്നത്? ഓർ സ്പീക്ക് അബൌട്ട് ദ അപ്പിയറൻസ് ഓഫ് സംതിങ്. ഓക്കെ, ഒരു വസ്തുവിൻ്റെ അപ്പിയറൻസിനെ കുറിച്ച് സംസാരിക്കുന്നതിനെ ആണോ ടേക്ക് സംതിങ് അറ്റ് ഫേസ് വാല്യൂ എന്ന് പറയുന്നത്? ഓർ നോട്ട് ലാഫ് ഓർ ചേഞ്ച് യുവർ എക്സ്പ്രഷൻ ഈവൻ ദോ യു വോണ്ട് ടു ലാഫ്. ഓക്കെ, ചിരിക്കണമെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ കൂടി നമ്മൾ നമ്മുടെ എക്സ്പ്രഷൻ ഒന്നും ചേഞ്ച് ചെയ്യാതെ ചിരിക്കാതിരിക്കുന്നതിനെയാണോ ടേക്ക് സംതിങ് അറ്റ് ഫേസ് വാല്യൂ എന്ന് പറയുന്നത്? ഓർ ഷോ ദാറ്റ് യു ഡു നോട്ട് ലൈക്ക് സംതിങ് by making an unpleasant expression. ഓക്കെ, ഒരു കാര്യം നമുക്ക് ഇഷ്ടമായില്ല എന്ന് കാണിക്കാനായിട്ട് നമ്മൾ വളരെ അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ കാണിക്കുന്നതിനെയാണോ ടേക്ക് സംതിങ് അറ്റ് ഫേസ് വാല്യൂ എന്ന് പറയുന്നത് എന്നതാണ് ചോദ്യം. സോ ഓവർ ഹിയർ our answer is option A, that is accept something as it looks without thinking about whether it might in fact not be quite what it appears. ഓക്കെ, അപ്പോൾ മറ്റൊരു ലൈക്ക് റീകൺസിഡറേഷൻ ഇല്ലാതെ കാണുന്നത് അതുപടി ആക്സെപ്റ്റ് ചെയ്യുന്നതിനെയാണ് ടേക്ക് സംതിങ് അറ്റ് ഫേസ് വാല്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, now let's move on. സി അടുത്തതൊരു നെറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. സെലക്ട് ദ കറക്റ്റ് ഡയറക്റ്റ് ഫോം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഒബ്വിയസ്ലി തന്നിരിക്കുന്നത് ഇൻഡയറക്റ്റ് ഫോമിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. ദ സെക്രട്ടറി അഷ്യൂർസ് ദ ഓഡിയൻസ് ദാറ്റ് he or she is going to help them എന്നതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസ്
ഇൻഡയറക്റ്റ് ഫോമിലുള്ളതാണ് അല്ലേ. അപ്പം ഇതിൻ്റെ ഡയറക്റ്റ് ഫോമിലോട്ട് മാറ്റുന്ന സമയത്ത് എങ്ങനെ വരും എന്ന് നമുക്ക് നോക്കാം. സി ദ സെക്രട്ടറി സെഡ് ടു ദ ഓഡിയൻസ് ഐ എം ഗോയിങ് ടു ഹെൽപ്പ് യു എന്ന് വരുമോ? ദ സെക്രട്ടറി സേസ് ടു ദ ഓഡിയൻസ് ഐ എം ഗോയിങ് ടു ഹെൽപ്പ് യു എന്ന് വരുമോ? ദ സെക്രട്ടറി സേസ് ടു ദ ഓഡിയൻസ് ഐ വാസ് ഗോയിങ് ടു ഹെൽപ്പ് യു എന്ന് വരുമോ? അതോ ദ സെക്രട്ടറി സേസ് ടു ദ ഓഡിയൻസ് ഐ വിൽ ബി ഗോയിങ് ടു ഹെൽപ്പ് യു എന്ന് വരുമോ എന്നതാണ് ചോദ്യം. ഓക്കെ, സോ ഇവിടെ നോക്കൂ, ദ സെക്രട്ടറി അഷ്വേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. സോ അഷ്വേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുമ്പം സേസ് എന്നുള്ള ഫോമാണ് എടുക്കേണ്ടത്. ഓക്കെ, സോ ദ സെക്രട്ടറി സേസ് എന്നുള്ള ലൈക്ക് ഫോം വന്നിരിക്കുന്നത് ബി, സി ആൻഡ് ഡിയിലാണ്. സോ ഇതിലേതോ ഒന്നാണ് നമ്മുടെ ആൻസർ. സോ ഓപ്ഷൻ എ നമ്മൾ ഡിസ്കാർഡ് ചെയ്തു. ഓക്കെ, ഇനി ദ സെക്രട്ടറി സേസ് ടു ദ ഓഡിയൻസ്, അതിനുശേഷം നോക്കൂ ദാറ്റ് എന്നുള്ള കണക്റ്റിംഗ് വേർഡ് നമ്മൾ മാറ്റുന്നു. ദെൻ ഹി ഓർ ഷീ ഈസ് ഗോയിങ് ടു ഹെൽപ്പ് ദെം. അപ്പം ഈ ഹി ഓർ ഷീ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെക്രട്ടറിയാണ്. സോ അവിടെ നമുക്ക് വേണ്ട പ്രൊനൗൺ ഐ ആണ്. ഓക്കെ, അപ്പം അതുവരെ ക്ലിയർ ആണല്ലോ. ഇനി ഐൻ്റെ കൂടെ വരേണ്ടത് ആം ആണെന്നും നമുക്കറിയാം. സോ ഐ ആം എന്ന് വേണം വരാനായിട്ട്. സോ ഇവിടെ നമുക്ക് ഓപ്ഷൻ സി ഡിസ്കാർഡ് ചെയ്യാം. ഇവിടെ വന്നിരിക്കുന്നത് ഐ വാസ് ആണ്. ഓപ്ഷൻ ഡിയിലോ ഐ വില്ലാണ്. സോ ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാവുന്നതാണ്. ഇനി നോക്കൂ, ഹി ഓർ ഷീ ഈസ് ഗോയിങ് ടു ഹെൽപ്പ് ദെം എന്നുള്ളത് മാറിയിട്ട് എന്തായിട്ട് മാറും? ഐ ആം ഗോയിങ് ടു ഹെൽപ്പ് യു എന്നായിട്ട് മാറുന്നു. ഓക്കെ, സോ ഓവർ ഹിയർ our answer is option D. Clear? Now let's move on. See, അടുത്ത ക്വസ്റ്റ്യനും നമുക്ക് ഒരു നെറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. ലെറ്റ്സ് റീഡ്. സെലക്ട് ദ കറക്റ്റ് ഇൻഡയറക്റ്റ് ഫോം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ തന്നിരിക്കുന്നത് ഡയറക്റ്റ് ഫോമിലുള്ള സെൻറ്റൻസ് ആണ്. ഷീ സെഡ് ടു മീ യു വിൽ സ്പീക്ക് അറ്റ് ദ കോൺഫറൻസ് ടുമോറോ. ഓക്കെ, അപ്പം ഇതിൻ്റെ ലൈക്ക് ഇൻഡയറക്റ്റ് ഫോം വരുന്ന സമയത്ത് നമുക്ക് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കുക? See, she told me that I would speak at the conference ആണോ, I might speak at the conference the next day എന്നാണോ, or I will speak at the conference the today എന്നാണോ, അതോ I would speak at the conference the next day എന്നാണോ എന്നതാണ് ചോദ്യം. ഓക്കെ, സോ ഇവിടെ നോക്കിക്കേ, വില്ലിൻ്റെ യൂസേജ് ഉണ്ട് അല്ലേ. അപ്പോൾ വില്ല് ലൈക്ക് ഇൻഡയറക്റ്റ് ഫോമിലോട്ട് മാറുന്ന സമയത്ത് എന്തായിട്ടാണ് മാറുന്നത്? വുഡ് ആയിട്ടാണ് മാറുന്നത്. സോ വുഡുള്ള ലൈക്ക് ഓപ്ഷൻ ആയിരിക്കും നമുക്ക് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ എയിൽ വുഡ് ഉണ്ട്, അവിടെ നിൽക്കട്ടെ. ഇനി ബിയിൽ മൈറ്റ് ആണ്, സോ നമുക്കത് ഡിസ്കാർഡ് ചെയ്യാം. സിയിൽ വിൽ തന്നെയാണ്, അപ്പം നമ്മൾ അതും ഡിസ്കാർഡ് ചെയ്തു. ഇനി ഡിയിൽ വുഡ് ഉണ്ട്, അപ്പം എ ആണോ ഡി ആണോ എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യണം. ഓക്കെ, ഇനി നോക്കിക്കേ, ടുമോറോ എന്നുള്ള വാക്കുണ്ട് അല്ലേ. അപ്പം അതൊരു ടൈം ഓഫ് പ്ലേസ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പ്രഷൻ അല്ലേ. സോ ഈ ടുമോറോ എന്നുള്ളത് ടൈം റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പ്രഷൻ ആയതുകൊണ്ട് ഇതിനെ നമുക്ക് എങ്ങനെയായിട്ട് മാറ്റണം? ടുമോറോ പോയിട്ട് എന്തായിട്ട് മാറും? ദ നെക്സ്റ്റ് ഡേ എന്നായിട്ട് മാറും. ഓക്കെ, സോ ദ നെക്സ്റ്റ് ഡേ എന്ന് വരുന്ന ഓപ്ഷൻ ഏതാണോ അതാണ് നമ്മുടെ ആൻസർ. എയിൽ നോക്കിക്കേ, ദ നെക്സ്റ്റ് ഡേ എന്നുണ്ടോ? ഇല്ല, ദാറ്റ് ഡേ എന്നാണ് അല്ലേ. സോ ഓപ്ഷൻ എ നമുക്ക് ഡിസ്കാർഡ് ചെയ്യാം. ഓപ്ഷൻ ഡിയിൽ നോക്കിക്കേ, ദ നെക്സ്റ്റ് ഡേ എന്നാണ്, അതുപോലെ വുഡിൻ്റെ യൂസേജും വന്നിട്ടുണ്ട്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ദാറ്റ് ഇസ് ഷീ ടോൾഡ് മീ ദാറ്റ് ഐ വുഡ് സ്പീക്ക് അറ്റ് ദ കോൺഫറൻസ് ദ നെക്സ്റ്റ് ഡേ. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. സി, അടുത്ത ക്വസ്റ്റ്യൻ ഒരു ആന്റോണിം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. തന്നിരിക്കുന്ന സെൻറ്റൻസ് നോക്കാം. ദ ആക്ടർ വാസ് റിഡിക്യൂൾഡ് ഫോർ ഹർ നോൺ ചാലന്റ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് എ വർക്ക്. ഓക്കെ, അപ്പോൾ ഈ നോൺ ചലന്റ് എന്നുള്ള വാക്കിന് ആന്റോണിം ആയിട്ട് വരുന്ന വാക്ക് ഏത്? ഓക്കെ, is it boisterous or unconcerned or considerate or retrospective? ഓക്കെ, അപ്പോൾ നോൺ ചലാൻറ്റ് എന്ന് പറഞ്ഞാൽ ലൈക്ക് കൺസിഡറേറ്റ് അല്ലാത്ത, ഓക്കെ, യാതൊരുവിധ ഇമോഷൻസും ലൈക്ക് എക്സിബിറ്റ് ചെയ്യാത്ത വളരെ റിജിഡ് ആയിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ നോൺ ചലാൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വാക്ക് എന്തായിരിക്കും? ഒബ്വിയസ്ലി ഇറ്റ് ഈസ് ഓപ്ഷൻ സി, ദാറ്റ് ഈസ് കൺസിഡറേറ്റ്. ഓക്കെ, കൺസിഡറേറ്റ് ആണ് നോൺ ചലാൻറ്റ് എന്നുള്ള വാക്കിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്, ആന്റണിം ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ബോയ്സ്ട്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോയ്സ്ട്രസ് എന്ന് പറഞ്ഞാൽ ലൈക്ക് വളരെ നോയ്സി ആയിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ ബോയ്സ്ട്രസ് എന്ന് പറയുക. ഓക്കെ, ഇനി അൺകൺസേൺഡ്, ആസ് ഐ ടോൾഡ് യു, ലൈക്ക് കൺസേൺഡ് അല്ലാത്ത, യാതൊരുവിധ കാര്യത്തിലും കൺസേൺഡ് അല്ലാത്ത ഒന്നിനെയാണ് നമ്മൾ അൺകൺസേൺഡ് എന്ന് പറയുന്നത്. ഇനി റെട്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഉള്ളിലോട്ടുള്ള ഒരു തിരിഞ്ഞു നോട്ടം. ഓക്കെ, അതിനെയാണ് റെട്രോസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓവർ ഹിയർ our answer is option C. Clear? Now let's move on. നമ്മളിനി നേരെ പോകുന്നത് ഒരു ക്ലോസ് ടെസ്റ്റിലോട്ടാണ്. ഓക്കെ, സോ ലെറ്റ്സ് റീഡ്. സി, ക്ലോസ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരു പാസേജ് തന്നിരിക്കും. അപ്പം അതിൽ നമുക്ക് 5 ബ്ലാങ്ക്സ് കാണാനായിട്ട് സാധിക്കും. ആ 5 ബ്ലാങ്ക്സും സ്യൂട്ടബിൾ ആയിട്ടുള്ള വാക്കുകൾ വെച്ച് ഫിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ കൊഹീറൻ്റ് ആയിട്ടുള്ള മീനിങ്ഫുൾ ആയിട്ടുള്ള ഒരു പാസേജ് കിട്ടും അല്ലേ. സോ ലെറ്റ്സ് റീഡ്. ദ ബ്രിട്ടീഷ് കിങ് ചാൾസ് I ഹാഡ് ഡാഷ് എ വെരി ഡിഫിക്കൽട്ട് ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഫ്രം ഹിസ് ഫാദർ. His parents saw a very high rate of inflation. He wanted to dash money. Therefore, he dashed creating the title of baronet and selling it to dash candidates.
However, his decision was dashed by the British Parliament. ഓക്കെ, അപ്പം ഇവിടെ പറയുന്നത് ചാൾസ് വണ്ണിനെ കുറിച്ചാണ്, അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തെക്കുറിച്ചാണ്, അദ്ദേഹത്തിൻ്റെ ഫിനാൻഷ്യൽ ക്രൈസിസിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പം അത് ഓവർകം ചെയ്യാനായിട്ട് ആൾ എന്ത് ചെയ്തു എന്നുള്ളതും അതിനെതിരായിട്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് എന്ത് ചെയ്തു എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു പാസേജിൽ നമുക്ക് തന്നിരിക്കുന്നത്. സോ ലെറ്റ്സ് ട്രൈ ടു ഫിൽ ദ ബ്ലാങ്ക്സ് വൺ ബൈ വൺ. ഓക്കെ, so here is the first one. See, the British King Charles I had dashed a very difficult financial situation from his father. Okay, അപ്പം ആളുടെ അച്ഛനിൽ അല്ലേ, ചാൾസ് വണ്ണിൻ്റെ അച്ഛൻ്റെ കാലത്ത് ഓൾറെഡി ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായിരുന്നു. അപ്പം അയാളിൽ നിന്ന് ചാൾസ് വൺ ഭരണം ഏറ്റെടുത്ത സമയത്ത് ആ ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ അതുവഴി കിട്ടി എന്നതാണ് പറയുന്നത്, അത് കണ്ടിന്യൂ ചെയ്തു എന്നാണ് പറയുന്നത്. സോ ഇവിടെ ഓൺഡ്, ഇൻഹെറിറ്റഡ്, ഡിവൈസ്ഡ് ആൻഡ് ജനറ്റിക്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് നമുക്കിവിടെ സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് എന്നതാണ് ചോദ്യം. ഓൺഡ് എന്ന് പറയുന്ന സമയത്ത് ഓൺ ചെയ്യുക അല്ലേ, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൻ്റെ ഓണർഷിപ്പ് ഏറ്റെടുക്കുക. അപ്പം അതല്ല നമുക്ക് ഇവിടെ വേണ്ടത്. ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് ഇൻഹെറിറ്റഡ്. ഓക്കെ, അപ്പം കൈമാറ്റം ചെയ്യുക എന്നുള്ള ഒരു മീനിങ് ആണ് ഇൻഹെറിറ്റഡ് എന്നുള്ള വാക്കിനുള്ളത്. ഓക്കെ, അപ്പം ഇൻഹെറിറ്റ് ചെയ്തു. ഓക്കെ, അപ്പം എങ്ങനെ വരും? ദ ബ്രിട്ടീഷ് കിങ് ചാൾസ് വൺ ഹാഡ് ഇൻഹെറിറ്റഡ് എ വെരി ഡിഫിക്കൽട്ട് ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഫ്രം ഹിസ് ഫാദർ എന്ന് വരും. ഓക്കെ, അടുത്ത ബ്ലാങ്ക് നോക്കാം. ഹിസ് സ്പിരിറ്റ് സോ എ വെരി ഹൈ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് വളരെ ഹൈ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ആണ് ഉണ്ടായിരുന്നത്. ഹി വാണ്ടഡ് ടു ഡാഷ് മണി. ഓക്കെ, അപ്പം ഇവിടെ ആൾക്ക് മണി ഫണ്ട് റേസ് ചെയ്യണമായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു മീനിങ് വരുത്താനായിട്ട് നമുക്കിവിടെ ചൂസ് ചെയ്യാവുന്ന വാക്ക് ഏത്? ഇസ് ഇറ്റ് റേസ് ഓർ അപ്രൈസ് ഓർ ബ്രിങ് ഓർ ലിഫ്റ്റ്? ഓക്കെ, ഇപ്പോൾ ഫണ്ട് റേസിങ് എന്നുള്ള ഒരു മീനിങ് വരുത്താനായിട്ട് നമുക്കിവിടെ ചൂസ് ചെയ്യാവുന്നത് ഇറ്റ് ഇസ് ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് റേസ്. ഓക്കെ, സോ എങ്ങനെ വരും? ഹിസ് സ്പിരിറ്റ് സോ എ വെരി ഹൈ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ, ഹി വാണ്ടഡ് ടു റേസ് മണി എന്ന് വരും. ഓക്കെ, അടുത്തത് therefore he dashed creating the title of baronet. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ആൾ എന്ത് ചെയ്തു? ബാരനെറ്റ് എന്നുള്ള ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ തുടങ്ങുക എന്ന മീനിങ് വരുന്ന വാക്ക് ഏതാണ്? ഇസ് ഇറ്റ് വെഞ്ചേർഡ് ഓർ സ്റ്റാർട്ടഡ് ഓർ കണ്ടിന്യൂഡ് ഓർ അപ്പിയർഡ് എന്നതാണ് ചോദ്യം. സോ ഓവർ ഹിയർ our answer is option B അല്ലേ, without any confusion we can say it is started. അപ്പം എങ്ങനെ വരും സെൻറ്റൻസ്? therefore he started creating the title of baronet and അടുത്ത ബ്ലാങ്ക് സെല്ലിങ് ഇറ്റ് ടു ഡാഷ് കാൻഡിഡേറ്റ്സ്. ഓക്കെ, അപ്പോൾ ബാരനെറ്റ് എന്നുള്ള ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അത് സെല് ചെയ്യാനായിട്ട് തുടങ്ങി. ആർക്ക്? ടു ദ ഡാഷ് കാൻഡിഡേറ്റ്. റിസോഴ്സ്ഫുൾ കാൻഡിഡേറ്റ്സ് ആണോ, ഒപ്യൂലൻറ്റ് കാൻഡിഡേറ്റ്സ് ആണോ, ഹെൽത്തി കാൻഡിഡേറ്റ്സ് ആണോ, വെൽത്തി കാൻഡിഡേറ്റ്സ് ആണോ എന്നതാണ് ചോദ്യം. സോ ഒബ്വിയസ്ലി ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി, ദാറ്റ് ഇസ് വെൽത്തി. ഓക്കെ, വെൽത്തി ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനാണ് ഇങ്ങനെയുള്ള ടൈറ്റിൽ ഓഫ് ബാരനെറ്റ്, ഓക്കെ, ബാരനെറ്റ് എന്നുള്ള ടൈറ്റിൽ കൊടുക്കാൻ, സെല് ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ, however his decision as dashed by the British Parliament. Okay, his decision it is not as, it is was. Okay, so however his decision was banished by the British Parliament ആണോ, rejected by the British Parliament ആണോ, unaccepted by the British Parliament ആണോ, അതോ abandoned by the British Parliament ആണോ എന്നതാണ് ചോദ്യം. So obviously it is option B, that is rejected. Okay, British Parliament ഈ ഒരു ഡിസിഷൻ റിജക്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, റിജക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഡിസ്കാർഡ് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. സോ അടുത്തതും ഒരു ക്ലോസ് ടെസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ലെറ്റ്സ് റീഡ്. സി, a new world research shows that the French dash large amount of cheese and butter. Therefore, they have low levels of heart disease. The research dash that animal fat is good for human body and helps in reducing the risks of heart attack. This study was dashed in 2018 in 21 low and middle income countries. However, it dashed that eating moderately is the dash key in this regard. Okay, അപ്പം ഇവിടെ പറയുന്നത് all about eating habits. Okay, eating habits related ആയിട്ടുള്ള ഒരു പാസേജ് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. Now, let's try to fill in the blanks. So first one, a new world research shows that the French dash large amounts of cheese and butter. Okay, French consume ആണോ, French drink ആണോ, French gobble ആണോ, French take ആണോ എന്നതാണ് ചോദ്യം. സോ ഒബ്വിയസ്ലി ഫ്രഞ്ച് പീപ്പിൾ അല്ലെ, ഫ്രാൻസിലുള്ള ആളുകൾ ഒരുപാട് ചീസും ബട്ടറും യൂസ് ചെയ്യുന്നുണ്ട് എന്നതാണ് ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഓവർ ഹിയർ വി നീഡ് ചൂസ് ഓപ്ഷൻ എ, ദാറ്റ് ഇസ് കൺസ്യൂം. ഓക്കെ, കൺസ്യൂം യൂസ് ചെയ്യുക. ഓക്കെ, എ ന്യൂ വേൾഡ് റിസർച്ച് ഷോസ് ദാറ്റ് ദ ഫ്രഞ്ച് കൺസ്യൂംസ് ലാർജ് എമൗണ്ട് ഓഫ് ചീസ് ആൻഡ് ബട്ടർ എന്ന് വരും. ഓക്കെ, നൗ next one, the research dashed that animal fat is good for human body
and helps in reducing the risks of heart attack. Okay, but the research accepts that ആണോ അതോ credits that ആണോ അതോ trust that ആണോ അതോ believes that ആണോ എന്നതാണ് ചോദ്യം. Okay, so the research believes that ആണ് വരേണ്ടത് അല്ലേ. ഓപ്ഷൻ ഡി ആണ് നമുക്ക് ഇവിടെ സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള സെന്റൻസ് എങ്ങനെ വരും? The research believes that animal fat is good for human body and helps in reducing the risks of heart attack എന്ന് വരും. Okay, now let's move on to blank number 3. The study was dash in 2018. Directed in 2018 ആണോ, managed in 2018 ആണോ, supervised in 2018 ആണോ, conducted in 2018 ആണോ എന്നതാണ് ചോദ്യം. 2018 ഈ സ്റ്റഡി നടത്തിയത് എന്നതാണ് നമുക്കിവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഓപ്ഷൻ ഡി കണ്ടക്റ്റഡ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, now let's move on. See, however, it dash that eating moderately is the dash key in this regard. Okay, however, it closed that ആണോ, it concluded that ആണോ, it finished that ആണോ, it stopped that ആണോ എന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പം ആ റിസർച്ചിൻ്റെ കൺക്ലൂഷൻ ആണ് ഇവിടെ പറയുന്നത് അല്ലേ. സോ ഒബ്വിയസ്ലി നമുക്ക് ചൂസ് ചെയ്യേണ്ടത് ഓപ്ഷൻ ബി ആണ്, ദാറ്റ് ഇസ് കൺക്ലൂഡഡ്. ഓക്കെ, however, it concluded that എന്ന് വരും. ഓക്കെ, so however, it concluded that eating moderately is the അടുത്ത blank dash key in this regard. Crucial key ആണോ, diligent key ആണോ, principal key ആണോ, eminent key ആണോ എന്നതാണ് ചോദ്യം. So over here our answer is option A, that is crucial. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നുള്ള മീനിങ് ആണ് crucial എന്നുള്ള വാക്കിനുള്ളത്. ഓക്കെ, സോ എങ്ങനെ വരും? However, it concluded that eating moderately is the crucial key in this regard എന്ന് വരും. Okay, so that is all about today. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് ഉദ്ദേശിച്ച 30 questions നമ്മൾ നോക്കിക്കഴിഞ്ഞു. So I hope whatever we have discussed today is clear for you. So if you're having any doubts regarding any of the things that we discussed today, feel free to ask me. Okay, അപ്പോൾ അതുപോലെ തന്നെ പ്രിപ്പറേഷൻ ഫോർ യുവർ എക്സാമിനേഷൻ നന്നായി തന്നെ നടക്കട്ടെ. നന്നായി പ്രിപ്പയർ ചെയ്യുക, നന്നായി പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ റിസോഴ്സസും നമ്മുടെ എൻട്രി ആപ്പിൽ അവൈലബിൾ ആണ്. സോ യൂട്ടിലൈസ് ഇറ്റ് ടു ഇറ്റ്സ് ഫുള്ളസ്റ്റ്. ഓക്കെ, എന്നിട്ട് നന്നായി പ്രിപ്പയർ ചെയ്ത് എക്സാം നല്ല രീതിക്ക് തന്നെ ക്രാക്ക് ചെയ്യാം. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ all of my aspirants who are going to attend this examination. Okay, so thank you so much for your patient listening. Happy learning.